ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സദ്യ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായി ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് സ്റ്റൗ ഓണാക്കി കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കി കുക്കർ അതിലേക്ക് വെച്ച് കൊടുക്കാം. 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓണാക്കി അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. വെണ്ടക്കായ നന്നായി ഒന്ന് വാടി കിട്ടുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ തുറക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയൊരു ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. 1 മുരിങ്ങക്കായ, 6 ബീൻസ്, 1 ക്യാരറ്റ് എന്നിവയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണിത്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യാം. വിസിൽ വന്ന ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് 1 തക്കാളി, 3 പയർ എന്നിവ ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 തക്കാളി, 3 പയർ എന്നിവ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെണ്ടക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കാം. നമുക്ക് കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നോക്കൂ, നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇനി അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് 3 ഉണക്കമുളകും 2 കതിര് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നമ്മളിപ്പോൾ മൊരിയിച്ചെടുത്തത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ള കായപ്പൊടിയും അല്പം മല്ലിയില കൂടി ചേർത്ത് വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.